വെൽക്കം ബാക്ക് ടു സോൾട്ട് ആൻഡ് സോൾട്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു സ്പഗേറ്റിയാണേ, നമ്മുടെ ലിൻഡി റോണിയുടെ വീഡിയോയുടെ ഇൻസ്പയർഡ് വേർഷൻ. അപ്പം നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സ്പഗേറ്റി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രമെടുത്ത് അല്പം വെള്ളം തിളപ്പിക്കാം. ഈ സമയത്ത് സ്പഗേറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അതോടൊപ്പം സ്വല്പം എണ്ണയും കൂടെ തൂകാം. ഇത് സ്പഗേറ്റി ഒട്ടിപ്പിടിക്കുന്നതിനെ തടയും. ഇനി സ്പഗേറ്റി ആഡ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് വേവിച്ചെടുക്കാം. ഇനി വേറൊരു പാത്രം എടുത്ത് അല്പം ബട്ടർ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന അൺസോൾട്ടഡ് ആണ്. സോൾട്ടഡ് ബട്ടർ എടുക്കുമ്പോൾ ഉപ്പിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. ഇവിടെ ഞാൻ ഒരു ഏകദേശം 15-20 അല്ലി എടുത്തിട്ടുണ്ട്. അതൊന്ന് സോട്ട് ചെയ്ത ശേഷം നമുക്കിവിടെ മിൻസ്ഡ് ബീഫ് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അതാണ് ഓയിസ്റ്റർ സോസ്. ഒരു 4 to 5 സ്പൂൺ വരെ ആകാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനെല്ലാം നല്ല ഉപ്പിൻ്റെ അംശം ഉള്ളതാണ്. സോ നിങ്ങൾ ഇതെല്ലാം ചേർത്ത് അവസാനം മാത്രം വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതിയാകും. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച സ്പഗേറ്റിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി സ്പഗേറ്റിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ചീസ് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷെഡാർ ചീസാണ്. അത് കുറച്ചും കൂടി ഫ്ലേവർ കൂട്ടുന്നതായിരിക്കും. ഇനി ഇതും കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്പഗേറ്റി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്യാം. ഇതിന് ശേഷം ഇതും കൂടെ ഒന്ന് നന്നായി മിക്സാക്കി കൊടുത്താൽ മതി. നമ്മുടെ സ്പഗേറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ള സ്പഗേറ്റിയാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ഡിഷ് ആരും ട്രൈ ചെയ്യാൻ മടിക്കേണ്ട. ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇറ്റ്സ് ബൈ ഫ്രം സോൾട്ട് ആൻഡ് സോൾട്ട്.